രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ തല്ലിപ്പൊളിക്കാൻ ആളെ വിട്ടവരാണിവർ. BJP-യുമായി ചങ്ങാത്തം ചേർന്നിരിക്കുന്നവരാണിവർ. ഇപ്പോൾ വലിയ BJP വിരോധം പറയുന്നു. 1977 RSSന്റെ വോട്ട് കൊണ്ട് ജയിച്ച് MLA ആളാണ് പിണറായി വിജയൻ. ഇപ്പോൾ SNC ലാവ്ലിൻ കേസ് തീർക്കാൻ, സ്വർണ്ണക്കള്ളക്കടത്ത് തീർക്കാൻ, ലൈഫ് മിഷൻ കോഴക്കേസ് തീർക്കാൻ, മാസപ്പടി വിവാദം തീർക്കാൻ BJP-യുമായി സന്ധി ചെയ്തിരിക്കുക. CPM നേതാക്കളിപ്പോൾ BJP-യുമായി ബിസിനസ് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയിരിക്കുക. അതുകൊണ്ടല്ലേ LDF കൺവീനർ വന്ന് പറയുന്നത് BJP-യുടെ സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളാണ്. ഒരുപാട് പേര് രണ്ടാം സ്ഥാനത്ത് വരും. BJP-ക്ക് കേരളത്തിൽ ഇല്ലാത്ത സ്പേസ് CPM നേതാക്കൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരമാണ്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിയും കേരളത്തിലെ LDF കൺവീനറും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടൊരു മറുപടി പറഞ്ഞോ? ഈ കോട്ടയത്ത് കുമരകത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനി ഒരു റിസോർട്ട് തുടങ്ങാൻ പോയപ്പോൾ കുമരകത്തെ CPM പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ വലിയ സമരം നടന്നു. അകത്ത് കയറി DYFIക്കാർ തല്ലിപ്പൊളിച്ചു. എവിടെ പോയി ആ കേസൊക്കെ? എവിടെ പോയി? സെറ്റിൽമെൻറ്റ് ധാരണയായി. അതാണ് ഞാൻ പറഞ്ഞത്. BJP നേതാക്കളും CPM നേതാക്കന്മാരും തമ്മിൽ അന്തർധാര എന്നുള്ള വാക്ക് ഇനി പറയണ്ട. അവർ ഒരുമിച്ചാണ്, ഒക്കെ ചങ്ങാതിമാരാണ്. ഇപ്പം ബിസിനസ് പാർട്ട്ണർഷിപ്പ് വരെ രണ്ടു കൂട്ടരും കൂടി തുടങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് ജയരാജനെ വിട്ട് പറയിപ്പിക്കുകയാണ് BJP വലിയ സംഭവമാണ് കേരളത്തിലെന്ന്. നാണമുണ്ടോ CPM-ന്? ഞാൻ പറഞ്ഞല്ലോ മറുപടി. ജയരാജൻ പറഞ്ഞു ഒരുപാട് സീറ്റുകളിൽ BJP രണ്ടാം സ്ഥാനത്ത് വരുമെന്ന്. എൻ്റെ അർത്ഥം എന്താ? ഒരുപാട് അത്രയും സീറ്റുകളിൽ LDF മൂന്നാം സ്ഥാനത്ത് വരുമെന്നല്ല എൻ്റെ അർത്ഥം. LDF കൺവീനർ എന്ന് പറയുകയാണ് ഒരുപാട് സീറ്റിൽ LDF മൂന്നാം സ്ഥാനത്ത് വരും.